കേരളത്തിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിടെ തണുപ്പൊക്കെ കുറഞ്ഞില്ലേ, സ്നോയൊക്കെ പോയില്ലേ? എവിടെ പോകാൻ? സ്നോ എല്ലാം അന്ന് പെയ്ത, പിന്നെ ആഴ്ചകൾക്ക് മുമ്പ് പെയ്ത സ്നോ എല്ലാം ഇപ്പോഴും അതുപോലെ കിടക്കുന്നു. ഡ്രൈവേയിലൊക്കെ മല പോലെ കിടക്കുന്നു, പലരുടെയും കുന്നുപോലെ ഇപ്പോഴും കൂടി കിടക്കുന്നു. ഇതൊന്നും അരുത്തു പോകുന്നില്ല. അരുത്തു പോകാൻ മാത്രമുള്ള ടെമ്പറേച്ചർ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മഴ പെയ്താലാണ് ഇത് അരുത്തു പോകാൻ, പിന്നെ ഒഴുകിപ്പോകാൻ കൂടുതൽ സാധ്യത വരിക. കാര്യമായ മഴയൊന്നും പെയ്തുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് കാലാവസ്ഥ പ്രവചകർ, നമ്മുടെ മെറ്റിയറോളജിസ്റ്റ് പറഞ്ഞത് പിന്നെ കനത്ത ഒരു നോർ ഈസ്റ്റർ വരുന്നുണ്ട്, പിന്നെ കടുത്ത സ്നോയും ഒക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്, അതുപോലെ തന്നെ പിന്നെ ശക്തമായ കാറ്റും ഉണ്ടാവും എന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ് കളിപ്പിക്കുന്നു. വരും, വരില്ല, വരാതിരിക്കില്ല, ഈ രീതിയിലായിരുന്നു പ്രവചനം. അതായത് വരികയോ വരാതിരിക്കുകയോ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു പ്രവചനം. ഇപ്പോൾ ഏതായാലും ഇപ്പം ലേറ്റസ്റ്റ് വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഉറപ്പാക്കിയിരിക്കുന്നത്. അതായത് നാളെ ഞായറാഴ്ച രാവിലെ ഒരു 6 മണിയോടുകൂടി സ്നോ തുടങ്ങും. അതങ്ങ് ക്രമേണ അങ്ങ് കൂടിക്കൊണ്ട് വരും. വൈകിട്ടാകുമ്പോഴത്തേക്ക് അത് വളരെ കൂടും. പിന്നെ രാത്രിയിൽ വളരെ ശക്തിപ്പെട്ട് പിന്നെ തിങ്കളാഴ്ച രാവിലെ ആകുന്നത് വരെ ഇത് പിന്നെ ശക്തമായിട്ട് തുടരും. തിങ്കളാഴ്ച ഉച്ചവരെ ഒറ്റപ്പെട്ട സ്നോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 അടിയോളം ന്യൂയോർക്ക് സിറ്റിയിലോട്ട് ഒക്കെ പെയ്യുമെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. 2 അടി സ്നോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ അടുത്തിടയ്ക്കൊന്നും കേട്ടിട്ടുള്ളതല്ല. ഈ കഴിഞ്ഞ തവണ വന്ന സ്നോ അത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പം അതികഠിനമായ അത്ര കടുത്ത ഒരു സ്നോയാണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രത പാലിക്കണം. സ്നോ മാത്രമല്ല, പിന്നെ ശക്തമായ കാറ്റ് 55-60 പിന്നെ മൈൽ വേഗതയിലുള്ള കാറ്റ് അതുകൂടി ആഞ്ഞടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്ഥിതിഗതികൾ വളരെ മോശമായിരിക്കും. ഇത്രയും ശക്തമായ കാറ്റുമൊക്കെ വരുമ്പോൾ പലയിടത്തും പിന്നെ കറണ്ട് പോകാൻ പിന്നെ വൈദ്യുതി നിലയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീഴുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈനുകൾ പിന്നെ വീഴുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ ആകപ്പാടെ ഒരു ദുശകനമാണ് നാളത്തെ ദിവസം. നാളെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും പിന്നെ അധികൃതരും പറയുന്നത്. ഇപ്പം പിന്നെ ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോക്കൽ ന്യൂയോർക്ക് സിറ്റിയിലും ലോങ് ഐലൻഡിലും സതേൺ വെസ്റ്റേഴ്സിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്, എമർജൻസി. അതുപോലെ തന്നെ ന്യൂജേഴ്സി ഗവർണറും ചില ഭാഗങ്ങളിൽ പിന്നെ എമർജൻസി പ്രഖ്യാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകടകരമായ ഒരു കാര്യമാണ് എന്നാണ് അധികൃതർ നൽകുന്ന സൂചന, ഈ മെറ്റിയറോളജിസ്റ്റ് നൽകുന്ന സൂചനയും. ആരും പ്രതീക്ഷിച്ചില്ല ഇത് വരും, അത് കടലിൻ്റെ അതിലൂടെ അങ്ങ് പോകുമെന്നുള്ളൊരു ധാരണയായിരുന്നു പൊതുവിലുണ്ടായിരുന്നത്. അവസാനമാകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ വരും എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇതിപ്പോൾ ബോസ്റ്റൺ മുതൽ ന്യൂയോർക്ക് ഈ മേഖല മുഴുവൻ പിന്നെ സ്നോയിൽ കുടുങ്ങുമെന്നാണ്, കടുത്ത സ്നോ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്കിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒട്ടേറെ വിമാന സർവീസുകളെല്ലാം റദ്ദാക്കി. കാരണം ഇത്രയും സ്നോ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിമാനങ്ങൾ വരാനോ പോകാനോ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും വിമാന ഗതാഗതം താറുമാറാകുന്നു. അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന ആളുകൾ അത്യന്തം പിന്നെ പുറത്തിറങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. തീരെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ അത്യന്തം ശ്രദ്ധ വേണം. ശ്രദ്ധയുണ്ടെങ്കിൽ കൂടി തെന്നിപ്പോകാനുമൊക്കെയുള്ള സാധ്യത വളരെ കൂടുന്നത്, പ്രത്യേകിച്ച് നാളെ മാത്രമല്ല മറ്റന്നാളും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഇക്കൊല്ലത്തിന് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം പിന്നെ ദുരിതപൂർണമായ ഒരു സ്നോ സീസൺ ഉണ്ടാകുന്നത്. അപ്പോൾ സ്നോ ഏകദേശമൊക്കെ ഒന്ന് കെട്ടടങ്ങി എല്ലാം പിന്നെ ഈ പച്ച നാമ്പുകൾ കാണാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളിരിക്കുമ്പോഴാണ് ഇപ്പം വീണ്ടും ശക്തമായൊരു സ്നോ വന്നിയാടുന്നത്. അപ്പോൾ അതിൽ അപകടത്തിൽപ്പെടാതിരിക്കാനും അത് പ്രശ്നമാകാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പോയാൽ ഇന്ന കാര്യം വരും, അല്ല ഇന്ന സാഹചര്യം ഉണ്ടാവും. നമുക്കറിയാം പല പിന്നെ ആക്സിഡൻറ്റുകളും മറ്റും ഉണ്ടാകുന്നത്. ഏതാനും വർഷം മുമ്പ് ഞാൻ ഓർക്കുകയാണ്, ഓറിഗണിലാണെന്ന് തോന്നുന്നു, ഒരു ഫാമിലി, അവർ ഭാര്യയും ഭർത്താവും കൊച്ചു കുഞ്ഞും പിന്നെ മുല പിടിക്കുന്ന കുഞ്ഞ്, അവർ കാറിൽ പോകുമ്പോൾ ഒരു അരമണിക്കൂർ ലാഭം കിട്ടും വേറെ ഏതോ ഒരു ഇടവഴിക്കൂടെ പോയാൽ. അങ്ങനെ അവരങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മുഴുവൻ സ്നോയാണ്. മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല, പിന്നോട്ടും പോകാൻ പറ്റുന്നില്ല. പിന്നെ ആ വഴിക്ക് വണ്ടികളൊന്നും വരുന്നുമില്ല. അങ്ങനെ അവർ 9 ദിവസം അവിടെ പിന്നെ കിടന്നു ആ കാറിൽ, ഈ കൈക്കുഞ്ഞുമായിട്ട്. 9-ാം ദിവസം ആയപ്പോഴത്തേക്ക് ഭർത്താവ് പിന്നെ ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്, എന്തെങ്കിലും പിന്നെ ഒരു രക്ഷയുണ്ടോ എന്ന് നോക്കി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഷർട്ടൊക്കെ വലിച്ചൂരി കളയുന്നുണ്ട്. അതായത് ഹൈപ്പോതെർമിയ വന്നു കഴിഞ്ഞാൽ, അമിതമായ തണുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടായിട്ട് തോന്നും. ഈ നമ്മുടെ ഭാവത്തിൻ പരകോടിയിൽ
പിന്നെ എന്ന് പറഞ്ഞാൽ ആ പാട്ട് ഓർക്കാം ഏതായാലും. അതേ അവസ്ഥയിൽ പിന്നീട് അയാളൊരു ക്ലിഫിൽ നിന്ന് താഴെ വീണ് പിന്നെ മരിച്ച നിലയിലാണ് പിന്നീട് അയാൾ പിന്നെ ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവരെ അന്വേഷിക്കുന്നുണ്ട്, അവരുടെ ഫാമിലിയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ കണ്ടെത്തുന്നില്ല. വിമാനമൊക്കെ പിന്നെ ഒക്കെ വിമാനത്തിലൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ കണ്ടെത്തുന്നില്ല. പക്ഷേ 11-ാം ദിവസം പിന്നെ ഒരു സെർച്ച് പാർട്ടി ഇവരുടെ അടുത്ത് വന്നു, ആ കൊച്ചിനെയും അമ്മയും രക്ഷിച്ചു. പിന്നീട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കരുത്. നമ്മൾ ഈ സ്നോയും ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ വലിയ റിസ്ക്കിലൊന്നും പോകാതെ നമ്മുടെ സുരക്ഷിതത്വം നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും ഇത് 2 ദിവസമേ ഉള്ളൂ. പിന്നെ തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് ആകുമ്പോഴത്തേക്ക് സംഗതി മെച്ചപ്പെടും. പിന്നെ ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ട ഭേദപ്പെട്ട കാലാവസ്ഥയാകും. ബുധനാഴ്ച ആകുമ്പോഴത്തേക്ക് പിന്നെ സംഗതിയൊക്കെ മാറും, പിന്നെ ചൂടൊക്കെ വരും, പിന്നെ സ്നോയൊക്കെ ഉരുകിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കാനായിട്ട് ഇങ്ങനെ സ്നോ വരുന്നു. അപ്പോൾ ഈ 13 ഇഞ്ചിൽ കൂടുതൽ സ്നോ വരുമ്പോൾ, അതുപോലെ തന്നെ 55 മൈലിൽ കൂടുതൽ കാറ്റ് വരുമ്പോൾ, അങ്ങനെയുള്ള സമയത്താണ് ഈ ബ്ലിസാർഡ് എന്ന് പറയുന്നത്, ആ ബ്ലിസാർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാളെയൊക്കെ ആ ബ്ലിസാർഡ് കണ്ടീഷൻ ആണ് എന്നാണ് പിന്നെ കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അധികൃതരും അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. സ്കൂളുകൾക്ക് ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ തിങ്കളാഴ്ച റിമോട്ട് ലേണിംഗ്, സ്കൂള് അടച്ചിട്ട് പിള്ളേർ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കട്ടെ എന്നുള്ള രീതിയിലാണ് മേയർ മാംദാനി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തീരുമാനം നാളെ ആവുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും സുരക്ഷിതരായിരിക്കുക നമ്മൾ. ഈ പ്രാവശ്യം നമുക്ക് ന്യൂയോർക്ക് മേഖലയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അത് പിന്നെ അതിനെ ഒന്ന് അതിജീവിക്കുക. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ സംഗതിയൊക്കെ തീരുമാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.